ജയും ഭദ്രയും ജെറിയുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി. ജെറി കൈയൊന്ന് വാഷ് ചെയ്ത് തിരിയുമ്പോഴാണ് ജയയെയും അവന്റെ പെണ്ണിനെയും അവൻ കാണുന്നത്. എന്താണ് ഡോക്ടർ സർ, വലിയ ബിസിയാണെന്ന് തോന്നുന്നു, ജയ തമാശയായി ചോദിച്ചതും. നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഫ്രീ ആണ് ബ്രോ. അവന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞുകൊണ്ട് ഭദ്രയൊന്ന് നോക്കി. ഇതാണോ? ഇത് ശ്രീഭദ്ര, എന്റെ വൈഫാണ്. ഓ ഫൈനലി, ജെറി ഒരു ആവേശത്തിന്റെ പുറത്തങ്ങ് പറഞ്ഞതാ. പിന്നെയാണ് അബദ്ധം പറ്റിയതായി മനസ്സിലായത്. ജയെ പാളി നോക്കുമ്പോൾ അവൻ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. അവർ ജെറി കാണിച്ച സീറ്റിലേക്ക് ഇരുന്നു. കയ്യിലുണ്ടായിരുന്ന ഫയൽ ജെറിക്ക് മുന്നിലേക്ക് നീട്ടി. എന്താ കൊച്ചെ, നിന്നോട് പറയാതെയാണോ കൊച്ചിനെ കൊണ്ട് ഇവൻ വന്നത്? ജയെ നോക്കാതെ അവനെ കളിയാക്കുന്ന പോലെ ഭദ്രയോട് ചോദിച്ചു. അല്ല, കൊച്ചിന്റെ ഞെട്ടിയുള്ള ഇരിപ്പ് കണ്ട് ഞാൻ ചോദിച്ചതാ. ഭദ്ര ആണെന്ന രീതിയിലും അല്ലെന്ന രീതിയിലും തലയാട്ടി. അത് കാണെ, ഭദ്രെ, നിനക്കൊരു ചെറിയ ചെക്കപ്പിന് വേണ്ടി വന്നതാ നമ്മൾ. ജയ് പറഞ്ഞു കൊടുത്തു. ഇന്നലെ നിനക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വന്നതാ. അതങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. ഇപ്പൊ മനസ്സിലായോ? അവന്റെ വാക്കുകൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പഴയ ജയിലിൽ നിന്ന് അവൻ ഒരുപാട് മാറിയിരിക്കുന്നു. പ്രണയം കൊണ്ട് തന്നെ ഓരോ നിമിഷവും തോൽപ്പിക്കുകയാണ്. ഇന്നലെ കണ്ടത് തനിക്ക് വയ്യാതെ വന്നപ്പോൾ അവന്റെ കണ്ണുകളിലെ വേദന. തനിക്ക് വേണ്ടി അവൻ ഒരുപാട് മാറാൻ ശ്രമിക്കുന്നുണ്ട്. തന്റെ കാര്യത്തിൽ അവൻ രണ്ടാമതൊരു തീരുമാനം എടുക്കാറില്ല. അവൾക്ക് ആ നിമിഷം അവനോട് വല്ലാത്ത ബഹുമാനം തോന്നി. ജെറി ഫയലുകൾ പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു ആ സമയം. ഭദ്ര പേടിയോടെ ജയുടെ കയ്യിൽ മുറുക്കി പിടിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് അവൻ കണ്ണു ചിമ്മി കാണിച്ചു. അവളുടെ മുഖത്തെ പേടി കണ്ട്, ഹേ കൊച്ചെ, പേടിക്കണ്ട, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ റിപ്പോർട്ട്സിൽ കാണിക്കുന്നില്ല. തൽക്കാലം ഒരു ചെക്കപ്പിന് എഴുതാം, റിസൾട്ട് വന്നിട്ട് നമുക്ക് നോക്കാം, ജെറി പറഞ്ഞു. അവൾ ചെക്കപ്പിനായി പോയതും ജയ്ക്ക് നേരെ തിരിഞ്ഞു. ജയ്, അറിയാലോ, ശ്രീകൊച്ചിന്റെ ആക്സിഡന്റിന് ശേഷം കാര്യമായ ചികിത്സ നടന്നിട്ടില്ല. പരിശോധനയിലൂടെ മാത്രമേ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാൻ കഴിയൂ. അതായത് നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടുമോ എന്ന്. അതുപോലെ കൊച്ചിന് ചെറുതായ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് എന്നല്ല നീ വിളിച്ചപ്പോ പറഞ്ഞത്? ജെറി സംശയത്തോടെ ചോദിച്ചു. അതേടാ, ചില സാഹചര്യങ്ങളിൽ അവൾക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് അറിയാൻ കഴിയൂ, നമുക്ക് നോക്കാം, ജെറി പറയുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ആശങ്ക മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു വരുമോ, അതോ ഇങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് പോകേണ്ടി വരുമോ? അവൻ അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. കാത്തിരിക്കാം, എന്തു വന്നാലും അത് നേരിടണം, മനസ്സിലെ അങ്ങനെ പറഞ്ഞ് അവൻ സമാധാനിപ്പിച്ചു. അഗ്നി പാഞ്ഞു വന്ന് യദുവിനെ ഡെവിയിൽ നിന്ന് പിടിച്ചു മാറ്റി തന്റെ ഭാഗത്തേക്ക് ചേർത്തു. കത്തുന്ന കണ്ണുകളോടെ ഡെവിയെ നോക്കി. നീ എന്താടാ ഇവിടെ? പറഞ്ഞുകൊണ്ട് ഡെവിയെ പുറകിലേക്ക് ഊക്കോടെ തള്ളി മാറ്റി. ഡെവി പുറകിലേക്ക് ഒന്ന് വേച്ചുപോയി. നിന്റെ മറ്റവൻ പറഞ്ഞു വിട്ടതായിരിക്കും. നിനക്കൊക്കെ ഇപ്പൊ സമാധാനമായി കാണുമല്ലോ, സന്തോഷമായി കാണുമല്ലോ. എന്ന് നീയൊക്കെ എന്റെ തകർച്ച കാണാൻ മാത്രം ശ്രമിച്ചിട്ടുള്ളൂ. അന്നും ഇന്നും അഗ്നി മാത്രം തെറ്റുകാരൻ. ഇത്രയും നാളും ഉള്ളിലുള്ള വേദനയാൽ അവൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അഗ്നി, ഡെവി വിളിക്കുമ്പോൾ വിളിക്കരുത് നീ. ഇത്രയും നാൾ ഇല്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പും തുടർന്ന് എനിക്ക് ആവശ്യമില്ല. അറുത്തുമുറിച്ച വാക്കുകളായിരുന്നു അവനിൽ ആ നിമിഷം. ഒരുത്തനും എന്നെ കാണാൻ വരണ്ട, പോടാ, പോകാൻ. അവനെ ശക്തമായി പുറകിലേക്ക് തള്ളി അലറുകയായിരുന്നു അഗ്നി ആ നിമിഷം. ഏട്ടാ, വേണ്ട. യദു അഗ്നിയെ പിടിച്ചു മാറ്റാൻ നോക്കിയതും കത്തുന്ന ഒരു നോട്ടമാണ് അവന് തിരികെ ലഭിച്ചത്. അഗ്നി വീണ്ടും ഡെവിയുടെ നേരെ തിരിഞ്ഞു. ഇനി എന്താണ് നിനക്കൊക്കെ വേണ്ടത്? എന്താന്ന്? എല്ലാം ജയിക്ക് മാത്രം സ്വന്തം. എന്റെ പെണ്ണിനെ പോലും സഹിക്കില്ല അഗ്നി. അവളെ കൊടുക്കില്ല ഞാൻ. എന്ത് വില കൊടുത്ത് നേടിയിരിക്കും അവളെ. അഗ്നി, നീ എന്താ മനസ്സിലാക്കാത്തത്? അവൾ ഇന്ന് ജയുടെ ഭാര്യയാണ്. അവൾക്ക് അവനെയാണ് ഇഷ്ടം. പിന്നെ നിന്നെ എങ്ങനെ അവൾ സ്നേഹിക്കാനാണ്? ഡെവിയിൽ ദേഷ്യം നിറഞ്ഞു വന്നു. നീ ഒന്നോർത്തോ അഗ്നി, ഈ ഡെവി ജീവനോട് ഉള്ളിടത്തോളം കാലം എന്റെ പെങ്ങളെ നിനക്ക് കിട്ടില്ല. നീ ചിന്തിക്കുന്നത് തെറ്റാണ്. നീ മാത്രമാണ് അവളെ സ്നേഹിച്ചത്, അവൾ നിന്നെ സ്നേഹിച്ചിട്ടില്ല. അതെന്താണ് നീ മനസ്സിലാക്കാത്തത്? ഡെവി അവന് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുന്നോട്ട് തള്ളി അവന്റെ കൈ പിടിച്ചു മാറ്റി അവന് പിന്നിലേക്ക് തള്ളി. ഇരുവരും പോരുകോഴിയെ പോലെ നേർക്കുനേരെ നിന്ന് അംഗം കുറിക്കുകയായിരുന്നു. അത് കാണെ യദുൽ വേദന നിറഞ്ഞു. അപ്പോഴേക്കും ചുറ്റും ആളുകൾ കൂടിയിരുന്നു. ഡെവിയുടെ വെളിപ്പെടുത്തലിൽ അഗ്നിയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി. അത് പതിയെ ദേഷ്യത്തിലേക്ക് വഴിമാറി. എന്റെ കുടുംബത്തിന്റെ വേദന ആസ്വദിക്കാൻ വന്നതല്ലേടാ, കണ്ടില്ലേ, നിനക്കൊക്കെ സമാധാനമായില്ലേ? പിന്നെയും അവന്റെ മുന്നിൽ ഉറഞ്ഞു തുള്ളുകയായിരുന്നു അഗ്നി. അടുത്ത നീക്കം മനസ്സിലാക്കിയതു അഗ്നിയെ പിടിച്ചു മാറ്റി അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ഏട്ടാ, ഇതൊരു ഹോസ്പിറ്റലാണ്. എൻ്റെ പെണ്ണവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടാ. വേണ്ട, ഇപ്പോൾ ഒരു വഴക്കും വേണ്ട, പ്ലീസ് ഏട്ടാ. അവൾക്ക് പറ്റിയ ഇൻസിഡൻറ്റ് ഇതിലൂടെ എല്ലാവരും അറിയും. ഏട്ടൻ അതാണോ ആഗ്രഹിക്കുന്നത്?
യദു വേദനയോട് ചോദിച്ചു. യദുവിനെ അഗ്നി അവനിൽ നിന്ന് അടർത്തി മാറ്റി ചുറ്റിനും ഒന്ന് നോക്കി. അവന്റെ കണ്ണുകളെ തീഷ്ണത കൊണ്ടാകണം എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അകന്നു മാറി. ഒരുത്തൻ ഇവിടെ വരണമെന്നില്ല. പിന്നെ നീ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഡെവി, അവൾക്ക് അവനെയാണ് ഇഷ്ടമെന്ന്. അങ്ങനെയല്ലേ പറഞ്ഞേ? ആ സമയം അവനിൽ പുച്ഛം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. എന്നിട്ടാണോ അവളെ ആ വീട്ടിലിട്ട് നരകിപ്പിച്ചത്? അത് ഇഷ്ടം കൊണ്ടാണോ? ഇഷ്ടം കൊണ്ടാണോ ആ വീട്ടിൽ അവളെ വേലക്കാരിക്ക് തുല്യമാക്കി നിർത്തിയത്? ഇഷ്ടം കൊണ്ടാണോടാ അവളുടെ കവിളി അവന്റെ കൈ പതിഞ്ഞത്? അതും പലപ്പോഴായി. തീർന്നില്ല അവളെന്ന പെണ്ണിനെ അപമാനിച്ചത്. എന്തിനേറെ കെട്ടിയ ദിവസം അവൾക്ക് എന്തെങ്കിലും കഴിക്കാനെങ്കിലും വാങ്ങിച്ചു കൊടുത്തോടാ. നിന്റെയൊക്കെ സ്നേഹനിധിയായ കൂട്ടുകാരൻ ഒരു വേലക്കാരിക്ക് കഴിയാൻ പോലും പറ്റാത്ത ഒരു കൊച്ചു റൂം അവൾക്ക് കൊടുത്തു. കഴിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല ആ പെണ്ണിന് ആ വീട്ടിൽ. പലപ്പോഴായി പട്ടിണി കിടത്തി. ഇതെല്ലാം സ്നേഹം കൊണ്ടാണോ ഡെവി? അഗ്നിയിൽ പുച്ഛം. ഡെവിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സത്യമാണ്, ജയ് കല്യാണം കഴിഞ്ഞ് അവളുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റി കൊടുത്തില്ല. പലപ്പോഴും അവന്റെ കൈയുടെ ചൂട് അവൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, അതും ഒരു തെറ്റും ചെയ്യാതെ. അഗ്നിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആ നിമിഷം അവന് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഡെവിൽ സംശയം നിഴലിച്ചു. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാകും? അഗ്നി വീണ്ടും തുടർന്നു. അവൻ അറിയുന്നതിന് മുമ്പ് തന്നെ ഞാനെല്ലാം അറിഞ്ഞടാ. എല്ലാം അഗ്നി എല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് അവളെ അവന് കൊടുക്കാൻ ഞാൻ വെറും ഉണ്ടാക്കാനല്ല. ഇത് അഗ്നിദേവാണ്. കൊടുക്കില്ല ഞാൻ അവന്. അല്ലെങ്കിൽ അവൾ പറയണം അവളുടെ പ്രണയമാണ് അവനെന്ന്. ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോടാ? പോയി ചോദിക്ക അവനോട്. എന്തിനേറെ കോളേജ് കാലഘട്ടത്തിൽ പോലും ഒരു വാക്ക് പറഞ്ഞു അവൾ പ്രണയിക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞോടാ? ഇത്രയും നാളും അനുഭവിച്ച വേദന, ഒറ്റപ്പെടലെല്ലാം തന്നെ ഒരു പൊട്ടിത്തെറിയായി അവന്റെ പേര് പോലെ അഗ്നിയായി പുറത്തേക്ക് വന്നിരുന്നു. കൊടുക്കില്ല ഞാൻ. വേറെ എന്തും ഞാൻ അവന് വിട്ടുകൊടുക്കും. പക്ഷെ അവളെ, അതുമാത്രം. വാക്കുകൾ കിട്ടാതെ കാഴ്ചയെ മറിച്ച് 2 തുള്ളി കണ്ണുനീർ അവന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണു. അവന്റെ വേദന കാണെ ഡെവിയിലും അതേ വേദന നിറഞ്ഞു. ശരിയാണ്, ഒരിക്കൽ പോലും ഇവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല. അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അഗ്നി. ഡെവി അവന്റെ തോളിൽ കൈയമർത്തി. വേണ്ട, പോകാൻ നോക്ക്. അഗ്നി എന്നും ഒറ്റയ്ക്കാണ്, എന്നും. അതങ്ങനെ മതി. ഒരുത്തനും വേണ്ട എനിക്ക്. പോകാൻ നോക്ക് പറഞ്ഞുകൊണ്ട് അഗ്നി തിരിഞ്ഞു നടക്കാനൊരുങ്ങിയതും, അഗ്നി, നീയും ജയും ഒന്നിച്ച് നിന്നേ മതിയാകൂ. ആരുമോൾക്ക് വേണ്ടിയെങ്കിലും. നിനക്ക് ജയുടെ സഹായം ആവശ്യമാണ്. അത് നിനക്ക് നന്നായി അറിയാം എന്ന് ഞാൻ കരുതുന്നു. ആ കിടക്കുന്ന കൊച്ചിന് നീതി വാങ്ങി കൊടുക്കണ്ടേടാ. അതിനെങ്ങനെ നിന്ന മതിയോടാ? ഒന്ന് മനസ്സിലാക്കടാ. ഡെവി അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുമ്പോൾ അവന്റെ മനസ്സിലും അത് തന്നെയായിരുന്നു. ശരിയാണ്, ജയുടെ സഹായമില്ലാതെ തനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അത് പച്ചയായ സത്യമാണ്. അഗ്നി ഒന്ന് ശാന്തമായി. പിന്നെ യദുവിനെ ഒന്ന് നോക്കി. യദുവിന് വേണ്ടിയെങ്കിലും. അവസാനമായി ഡെവി ഒന്നും കൂടി പറഞ്ഞു. അഗ്നി ഒന്ന് അമർത്തി മൂളി. അവിടെയും അവൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. അവന്റെ ഹെൽപ്പില്ലാതെ എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ലെന്ന് അവന് നന്നായി അറിയാം. അഗ്നി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ആ പോക്ക് നിർവികാരമായി നോക്കി നിൽക്കാൻ മാത്രമേ യദുവിനായുള്ളൂ. ആരുവിന് വേണ്ടി അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവന് വേദന നൽകി, ഒപ്പം ധൈര്യം നൽകുന്നുണ്ടായിരുന്നു. ഒന്നിനെ തോൽക്കാൻ തയ്യാറാകാത്ത അഗ്നി തോറ്റുപോകുന്നത് ശ്രീഭദ്രയുടെ മുന്നിലും കുടുംബത്തിന് മുന്നിലുമാണ്. അഗ്നിയുടെ ഈ ഭാവം അവനിൽ വേദന നിറഞ്ഞു. ഏട്ടൻ തലയുയർത്തി നിൽക്കുന്നത് കാണാനാണ് എന്നും ഇഷ്ടം. പക്ഷേ യദു ഡെവിയെ നോക്കി പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദന നിറഞ്ഞ പുഞ്ചിരി. അത് കാണെ ഡെവിൽ വേദന നിറഞ്ഞു. ആ നിമിഷം ഡെവി ചെന്ന് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. 1 മണിക്കൂറിന് ശേഷം ടെസ്റ്റ് റിപ്പോർട്ടായി ജെറിയെ കാണാനിരിക്കുകയാണ് ജയും ഭദ്രയും. ജെറി വിശദമായി റിപ്പോർട്ട്സ് എല്ലാം ചെക്ക് ചെയ്യുകയാണ്. പേടിക്കാനൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ജയ്? അവനൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. മുന്നിൽ പേടിച്ചു നിൽക്കുന്ന സ്ത്രീയിൽ നേരിയ ആശ്വാസം അവന് കാണാൻ കഴിഞ്ഞു. ജയ്, അവൻ വിളിച്ചതിന്റെ അർത്ഥം മനസ്സിലായി എന്ന പോലെ ഭദ്രയുടെ നേരെ തിരിഞ്ഞു. കുഞ്ഞ, ഫാർമസി പോയി ഈ മരുന്നൊന്ന് വാങ്ങി വരാമോ? അവൾ സംശയത്തോടെ നോക്കുന്നുണ്ട്. ശ്രീകൊച്ചെ, ഒരു കുഴപ്പമില്ലടാ, നീ അതോർത്ത് പേടിക്കണ്ട. ഇത് ഞങ്ങൾ പേഴ്സണലായി ഒന്ന് സംസാരിക്കണം. ഒത്തിരി നാളായി ഇവനെ കണ്ടിട്ട്. ഇപ്പോഴാണെങ്കിൽ വേറെ പേഷ്യൻസും ഇല്ലല്ലോ. ജെറി പറയുമ്പോൾ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. അതുവരെ പുഞ്ചിരിയോടെ ഇരുന്ന ജെറിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ജയ്, 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടി വന്നത്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഓർമ്മ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്നെങ്കിൽ പൂർണ്ണമായി പഴയ ഓർമ്മകൾ ഇല്ലാതെയാകാം, അല്ലെങ്കിൽ ഭാഗികമായി ഇല്ലാതെയാകാം. ഇതിൽ കൊച്ചിൻ്റെത് പൂർണ്ണമായി ഓർമ്മകൾ ഇല്ലാതെ ആകുന്നില്ല. എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ആയുർവേദ ചികിത്സ ആരംഭിക്കേണ്ടതാണ്. അതിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചെടുക്കാൻ കഴിയുമെന്ന്. അത് ഏറ്റവും വലിയൊരു ഓപ്ഷനാണ്.
ഈ ചികിത്സയിലൂടെ അവൾക്ക് പുത്തൻ ഉണർവ് ലഭിക്കുന്നതാണ്. അതുപോലെ പഴയ ഓർമ്മകളിലേക്ക് അവൾക്ക് എത്താൻ കഴിയും. നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരികെ കിട്ടും. അതല്ലാതെ അവൾക്ക് വേറൊരു കുഴപ്പവും റിപ്പോർട്ട്സിൽ കാണിക്കുന്നില്ല. അത് തന്നെയാണ് ജെറി നല്ലത്. ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അവൾ അറിയാതെയാണല്ലോ റിപ്പോർട്ട്സ് എല്ലാം നിനക്ക് തന്നത്. ആക്സിഡന്റ് നടന്നതായി അവൾക്കറിയാം, പക്ഷേ അവളുടെ ഓർമ്മകൾ പോയതായി അവൾക്കറിയില്ലല്ലോടാ, ജയ് പറഞ്ഞു. അറിയാമായിരുന്നെങ്കിൽ അവൾ എന്നെ തിരിച്ചറിഞ്ഞേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾ ഞാൻ നൽകിയ വേദനകൾ സഹിക്കില്ലായിരുന്നു. പാവമാണ് എന്റെ പെണ്ണ്. ജയുടെ കണ്ണുകൾ കുറ്റബോധത്തോടെ നിറഞ്ഞു വന്ന് അവളോട് ചെയ്ത ഓരോ ക്രൂരതയും അവന് മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ജെറി പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് അവന്റെ തോളിലൊന്ന് തട്ടി. ഇല്ലടാ, കുഴപ്പമില്ല. നീ അന്ന് എനിക്ക് റിപ്പോർട്ട്സ് എല്ലാം തന്നപ്പോഴേ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലടാ, ഇത് മാറാവുന്ന കാര്യം തന്നെ ഉള്ളൂ. മരുന്ന് വാങ്ങി അവൾ തിരികെ വന്നു. അത് കാണെ അവർ സംസാരം അവസാനിപ്പിച്ചു. ശരിയടാ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, ജയ് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. എന്നാ പിന്നെ കാണാം പറഞ്ഞുകൊണ്ട് ജെറി വന്ന് അവനെ ഇറക്കെ പുണർന്നു. അവളുടെ ഓർമ്മകൾ തിരികെ വരും. അന്ന് അവൾ നിന്റെ പ്രണയം മനസ്സിലാക്കും. അതുപോലെ നിന്റെ അന്നത്തെ പ്രപ്പോസലും. അന്ന് അതുപോലെ തിരിച്ചും അവളുടെ ഇഷ്ടം നിന്നോട് തുറന്നു പറയും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ അന്നത്തെ ആഗ്രഹം പോലെ അവൾ നിന്നെ പ്രപ്പോസ് ചെയ്യും. നീ കേൾക്കാൻ ആഗ്രഹിച്ച നിന്റെ നടക്കാതെ പോയ ആഗ്രഹം അന്ന് നടക്കാനിടയാകട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. ജെറി പതിയെ ജയോടായി പറഞ്ഞു. കുറെ നേരമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രണ്ടുപേരെയും കാണെ അവൾ സംശയത്തോടെ നോക്കി നിന്നു. അവർ അകന്നു മാറി. എന്നാ പിന്നീട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകാനായി ഒരുങ്ങിയതും ഭദ്ര അവനെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ശരി ഡോക്ടറെ, പിന്നെ കാണാമേ. അത് കേൾക്കെ ശ്രീകൊച്ചെ, നിനക്ക് ഡെവി എങ്ങനാണോ അതുപോലെ മതി ഞാനും. അതുകൊണ്ട് ഈ ഡോക്ടർ വിളി വേണ്ട, ചാച്ചാന്ന് വിളിച്ചാൽ മതി. അവൾ അതിന് തലയാട്ടി. പിന്നെ പുറത്തേക്ക് നടന്നു. അവർ കാറിലേക്ക് കയറി പെട്ടെന്ന് തന്നെ വണ്ടി മുന്നോട്ട് പോയി. എത്രയും പെട്ടെന്ന് തന്നെ അഗ്നിയുടെ അടുത്തേക്ക് പോകണം. ഭദ്രയെ തന്റെ വീട്ടിലാക്കണം. ഇപ്പോഴാണെങ്കിൽ തന്റെ വീട്ടുകാരുണ്ടല്ലോ, ഭദ്ര അവിടെ സേഫ് ആയിരിക്കും. ഓരോ ചിന്തകളാൽ അവന്റെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് പെണ്ണ് വണ്ടി നിർത്താൻ പറയുന്നത്. അച്ചുവേട്ട, വണ്ടി ഒന്ന് നിർത്തിയേ പ്ലീസ്. കൊഞ്ചലോടെ അവൾ പറയുമ്പോൾ അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. എന്താണെന്ന അർത്ഥത്തിൽ അവളെ നോക്കി. വിജനമായ റോഡായിരുന്നു അത്. അവൾ ചുറ്റുമൊന്ന് നോക്കി. പിന്നീട് സീറ്റ് ബെൽറ്റ് മാറ്റി അവൻ അരികിലേക്ക് ചാഞ്ഞു വന്നു. ജയ സംശയത്തോടെ അവളെ നോക്കിയിരുന്നു. അവന്റെ മുഖം അവൾ കൈകളാൽ കോരിയെടുത്തു. ജയയുടെ ഹൃദയം ശക്തമായി ഇടിക്കാൻ തുടങ്ങി. അവന്റെ വെപ്രാളം പുറത്ത് കാണിക്കാതെ അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവളെ നോക്കുമ്പോൾ പതിയെ അവളുടെ മുഖം അവന്റെ ചുണ്ടിനരികിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ കീഴ്ചുണ്ടിനെ കടിച്ചെടുത്ത് വായിലാക്കി കഴിഞ്ഞിരുന്നു.